പല ദരിദ്ര രാജ്യങ്ങളിൽ നിന്ന് പോലും എലൈറ്റ് ഫുട്ബോളേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് എന്തുകൊണ്ട് ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് ഒരു എലൈറ്റ് പ്ലെയർ പോലും ഉണ്ടാകുന്നില്ല? അതിനു മുമ്പ് ഒരു കാര്യം കൂടി, പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും പറയുന്ന ഒരു കാര്യമാണ്, മെസ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൺ ടാലന്റ് ആയിട്ടുള്ള പ്ലെയർ ആണ്, എന്നാൽ റൊണാൾഡോ ആ ലെവലിലേക്ക് എത്തിയത് തന്റെ ഹാർഡ് വർക്ക് കൊണ്ടാണ് എന്നുള്ളത്. അവിടെയാണ് നമുക്ക് മറ്റൊരു വിഷയം സംസാരിക്കേണ്ടത്. ഒരു ജനറൽ റൂൾ ഉണ്ട്, ഒരു പ്ലെയർ ഒരു എലൈറ്റ് പ്ലെയർ ആകണമെങ്കിൽ 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെ മിനിറ്റുകൾ ഒരു പ്രൊഫഷണൽ കരിയർ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് കളിച്ചിരിക്കണം എന്നുള്ളത്. യെസ്, മെസ്സി ഒരു ബോൺ ടാലന്റ് തന്നെയാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം തൻ്റെ 6 വയസ്സ് മുതൽ 13 വയസ്സ് വരെ ഉണ്ടായിരുന്നത് അർജന്റീനയിലായിരുന്നു. അർജന്റീനയിലെ 2 അക്കാഡമികളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് അദ്ദേഹം ഏതാണ്ട് 2,75,000 മിനിറ്റുകളാണ് കളിച്ചിട്ടുള്ളത്. അതിനുശേഷം 4 വർഷം ലാ മാസിയ അക്കാഡമിയിൽ ഏതാണ്ട് 2,15 ലക്ഷം മിനിറ്റ് ആണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഈ കണക്കുകൾ ഒഫീഷ്യൽ മത്സരങ്ങളും അൺഒഫീഷ്യൽ മത്സരങ്ങളും ട്രെയിനിങ്ങും ഒക്കെ ഉൾപ്പെടെയുള്ള മിനിറ്റുകളാണ്. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് 5 ലക്ഷം മിനിറ്റുകൾ വരും. അതായത് ബോൺ ടാലന്റ് എന്ന് പറയുന്ന ലയണൽ മെസ്സി പോലും 5 ലക്ഷം മിനിറ്റുകൾ കളിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥം. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഇന്ത്യയിലാണ് മെസ്സി ജനിച്ചതെങ്കിൽ ഒരിക്കലും ഇന്ന് കാണുന്ന മെസ്സി ആകില്ല. അതിനുള്ള കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു എലൈറ്റ് പ്ലെയർ ഉണ്ടാകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും ആ പ്ലെയർ മുരടിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അർത്ഥം. അതിൻ്റെ കാരണം പ്ലെയേഴ്സ് ഒന്നുമല്ല, നമ്മുടെ ഒരു സിസ്റ്റം തന്നെ അതിനൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ ഒക്കെ, നമുക്ക് ഏഷ്യൻ ഫുട്ബോളുമായിട്ട് തന്നെ ഒരു കമ്പാരിസൺ ഒക്കെ. അപ്പം ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം വളരെ വലിയൊരു ഇമ്പാക്റ്റ് ലോക ഫുട്ബോളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഏഷ്യൻ രാജ്യം എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു രാജ്യമാണല്ലോ. അപ്പം 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് ഇപ്പം പ്രധാനമായിട്ടും ബേബി ലീഗുകൾ. അത് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, ജപ്പാനിൽ നടക്കുന്നുണ്ട്. പക്ഷേ രണ്ടിടത്തും നടക്കുന്നത് 2 വ്യത്യസ്തമായിട്ടുള്ള രീതികളിലാണ് എന്നുള്ളത് മാത്രം. അണ്ടർ 6, അണ്ടർ 8, അണ്ടർ 10 ഇങ്ങനെയുള്ള കാറ്റഗറികളിലൊക്കെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് അക്കാഡമി ബേസിലും അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ബേസിലും സ്കൂൾ ബേസിലും ഒക്കെ വളരെ നല്ല രീതിയിലാണ് ഈ പറഞ്ഞ ബേബി ലീഗുകൾ ജപ്പാനിൽ നടക്കുന്നത്. എവരി കാറ്റഗറികളിലായിട്ട് ഏതാണ്ട് 30 മുതൽ 50 വരെ മത്സരങ്ങളാണ് ഈ ഏജിലുള്ള കുട്ടികൾക്ക് ഓരോ വർഷവും ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം കുട്ടികൾക്കൊരു എന്റർടൈൻമെന്റ്, അതുപോലെ തന്നെ ഒരു ബോളുമായിട്ടൊരു കൂടുതൽ ടച്ച് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിന് ശേഷവും ഫുട്ബോളിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് ഒരു പ്രൊഫഷണൽ ലെവലിൽ ടാലന്റ് അക്കാഡമികളിലേക്കൊക്കെ അയക്കുക എന്നൊക്കെ ഒരു പരിപാടിയിലേക്ക് പോകുന്നത്. നമ്മുടെ രാജ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വളരെ കുറഞ്ഞ സിറ്റികൾ, വളരെ കുറഞ്ഞ ക്ലബ്ബുകൾ, വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രം കളിക്കുന്ന ഒരു സെറ്റപ്പാണ് ബേബി ലീഗ് എന്ന് പറയുന്നത്. എന്നോട് ബേബി ലീഗിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കോച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ പേരൻസിൻ്റെയും ക്ലബ്സിൻ്റെയൊക്കെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ട്രോഫി വിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ട്രോഫിയിൽ ഒബ്സഷൻ പാടില്ലേ എന്നുള്ളത്. അണ്ടർ 6, അണ്ടർ 8 ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറികളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും വേണ്ടത് വിന്നിങ് ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ വേണ്ടത് പ്ലെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്. സോ അവരുടെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റി എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ എക്സ്പെരിമെന്റ്സ് നടത്തുക. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡ്രിബ്ലിംഗ് സ്കിൽസോ അങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പം റിസൾട്ട് മാറ്റർ ആകുകയാണ്, ട്രോഫി മാറ്റർ ആകുകയാണെന്ന് പറയുന്ന ഒരു സാഹചര്യം ആ ഒരു ഏജ് കാറ്റഗറിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ പല എക്സ്പെരിമെന്റ്സും റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കോച്ചുകൾ വരും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കോച്ചസും അവിടുത്തെ കോച്ചസും തമ്മിലുള്ള ഈ ഒരു ഏജ് കാറ്റഗറിയിലൊക്കെ വരുന്നിട്ടുള്ള ഒരു വ്യത്യാസം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു ഏജ് കാറ്റഗറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കോച്ച് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ഇതുപോലെയുള്ള പല രാജ്യങ്ങളിലെയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയം എന്നോടന്ന് സംസാരിച്ചത്. പക്ഷേ മെജോറിറ്റി ഓഫ് കോച്ചസിൻ്റെയും അല്ലെങ്കിൽ ക്ലബ്സിൻ്റെയും ഒക്കെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ പേരെടുക്കുക, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം, നമുക്കിപ്പം അണ്ടർ 13 മുതൽ അണ്ടർ 21 വരെയാണ് പ്രോപ്പറായിട്ട് നമ്മുടെ യൂത്ത് ലീഗ് പരിപാടികളൊക്കെ എല്ലാ രാജ്യങ്ങളിലും നടക്കുന്നത്. ഈ ജപ്പാനിലും ഇന്ത്യയിലും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്താം, എത്ര മാച്ചസ് കളിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന സമയത്ത്. ഇപ്പം അണ്ടർ 13 കാറ്റഗറികളിൽ ജപ്പാനിലായിട്ട് 30 മുതൽ 40 മത്സരങ്ങൾ വരെ കുട്ടികൾക്ക് ലഭിക്കുന്നെങ്കിൽ ഇന്ത്യയിൽ 6 മുതൽ 8 മത്സരങ്ങൾ വരെയാണ് ലഭിക്കുന്നത്. അതായത് അണ്ടർ 15 കാറ്റഗറിയിൽ 35 മുതൽ 45 മാച്ചസ് ആണ് ജപ്പാനിലെങ്കിൽ ഇന്ത്യയിൽ 8 മുതൽ 10 ആണ്. അണ്ടർ 17 40 മുതൽ 50 മാച്ചസ് ആണ് ജപ്പാനിലെങ്കിൽ ഇന്ത്യയിൽ 10 മുതൽ 12 ആണ്. അണ്ടർ 19 45 മുതൽ 55 മാച്ച് വരെയാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ 10 മുതൽ 15 ആണ് ഇന്ത്യയിലെ ഒരു സ്ഥിതി. അണ്ടർ 21 എടുത്തു കഴിഞ്ഞാൽ 50 മുതൽ 60 മത്സരങ്ങൾ വരെയാണ് ആ പ്രായത്തിലുള്ള പ്ലേയേഴ്സ് കളിക്കുന്നതെങ്കിൽ ഇവിടെ 12 മുതൽ 18 വരെയാണ്. ചില സ്റ്റേറ്റിലെ ലീഗുകളിലൊക്കെ കുറച്ചും കൂടി മാച്ചസ് ഒക്കെ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിലും കർണാടക, പിന്നെ ചില മഹാരാഷ്ട്ര പോലെയുള്ള ചില സ്റ്റേറ്റുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി മാച്ചസ് സ്റ്റേറ്റിൻ്റെ ഒരു ഇതുകൊണ്ട് നടക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ഉണ്ടാകാം. പക്ഷേ ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും ഇല്ല. അതായത് അണ്ടർ 13 മുതൽ അണ്ടർ 21 വരെയുള്ള കാറ്റഗറി എടുക്കുന്ന സമയത്ത് ജപ്പാനിലൊരു കുട്ടി ആ ഒരു കാലയളവിൽ കളിക്കുന്നത് ഏതാണ്ട് 20,000 മിനിറ്റുകളാണെങ്കിൽ കോമ്പറ്റീറ്റീവായിട്ട്, നമ്മളുടെ നാട്ടിൽ അത് 5,000 മിനിറ്റുകൾ മാത്രമാണ്. അതായത് 4/1 എന്നുള്ളതാണ്.
എന്നാൽ ഇംഗ്ലണ്ടിലേക്ക് ഒരു സാഹചര്യം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് 25,000 മിനിറ്റുകൾ വരെയാണ് ഈ ഒരു കാലയളവിൽ കളിക്കുന്നത്. അതായത് 5/1 മാത്രമാണ് ഇവിടുത്തെ കുട്ടികൾ കോമ്പറ്റീറ്റീവ് മാച്ചസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഹോൾ മിനിറ്റ്സ് അല്ല, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചസിൻ്റെ കാര്യങ്ങളാണ്, അല്ലെ ആ മിനിറ്റ്സ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഈ 6 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ടാക്ടിക്കൽ അവബോധമോ അങ്ങനെയുള്ള രീതിയിലൊന്നും കടക്കില്ല, അതൊക്കെ അതിന് ശേഷമാണ്. ഇവിടെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ഫൺ, എൻ്റർടൈൻമെൻറ്റ്, ബോൾ മാസ്റ്ററി, ഇതൊക്കെയാണ് പ്രധാനമായിട്ട്. അപ്പം ഇപ്പോൾ ഒരു പ്ലെയറിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടാലൻ്റ് അല്ലെങ്കിൽ ഒരു സ്കില്ല് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് പിന്നീട് അവരുടെ കരിയറിലൊക്കെ ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിലേക്ക് വരുന്നത് അങ്ങനെയാണ്. ഇപ്പം നമുക്ക് മെസ്സിയെ പറ്റി എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇപ്പം വളരെ മാരകമായിട്ടുള്ള ഡ്രിബിളിങ് നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇപ്പം നെയ്മറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഫ്രീ സ്റ്റൈൽ ടൈപ്പ് ഒരു പ്ലെയറാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ചില ട്രിക്സുകളൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആ ഏജിൽ അതാണ് ഈ ബേബി ലീഗ്സിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ്. അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ചുമ്മാ ഒരു ബേബി ലീഗ് നടത്തി റിസൾട്ട് ഉണ്ടാക്കാമെന്ന് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു കാര്യത്തിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ളത്. അതിനുശേഷമാണ് ഈ പറഞ്ഞ ബോൾ ടെക്നിക്ക് അല്ലെങ്കിൽ ടാക്ടിക്കലി പല കാര്യങ്ങളും ഒക്കെ കോച്ചസ് പ്ലേയേഴ്സിലേക്കൊക്കെ കൈമാറ്റം ചെയ്യുന്നത് എന്നുള്ളത്. നമ്മുടെ ഇവിടെ നമുക്കറിയാം വളരെ ഏജ് ആയിക്കഴിഞ്ഞാൽ, അതായത് ഒരു 10-12 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും കളിച്ചു തുടങ്ങി പിന്നീട് അക്കാഡമിയിൽ എത്തുന്നത്. അപ്പം ബോൾ മാസ്റ്ററിക്കുള്ള അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതായത് നമുക്കിപ്പം ഒരു LKG മുതൽ 8ാം ക്ലാസ് വരെ ഒരു കുട്ടി പഠിക്കുന്നു എന്ന് വയ്ക്കുക. അപ്പം അതുവരെ ഉള്ളത് ഓരോ ഘട്ടത്തിലും അല്ലേ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ 9ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മൊത്തത്തിൽ ഉള്ള പരിപാടികളെല്ലാം പഠിച്ചു കൊടുത്ത് അങ്ങനെയാണ് എത്തുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു എലൈറ്റ് പ്ലെയർ ഉണ്ടാകാത്തത്. നമ്മുടെ നാട്ടിൽ 5 ലക്ഷം മിനിറ്റ് കളിക്കുക എന്ന് പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 4-1 5-1 മിനിറ്റുകൾ മാത്രമാണ് പ്ലെയേഴ്സ് കളിക്കുന്നത്. അതുകൊണ്ടാണ് പല ടാലൻസും മുരടിച്ചു പോകുന്നതും ഒരു എലൈറ്റ് ലെവലിലേക്ക് അവർക്ക് വരാൻ സാധിക്കാത്തതും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ജപ്പാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പറ്റിയിട്ടുള്ള ഒരു ഫുട്ബോൾ എങ്ങനെ വളർന്നു, അവർ വളരെ ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല സ്ഥിരമായിട്ട് ഏഷ്യയിലെ ഒരു ബിഗ് നേഷനായിട്ട്, അല്ലെങ്കിൽ ഏഷ്യയിൽ നിന്ന് റെഗുലറായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമായിട്ട്. അപ്പോൾ അവരെ പറ്റിയിട്ടൊക്കെ നമുക്ക് തീർച്ചയായിട്ടും വിശദമായിട്ട് മറ്റൊരു വീഡിയോ സംസാരിക്കേണ്ടതുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ സൈനിങ് ഓഫ്.